വർഷം 2004. കൃത്യമായി പറഞ്ഞാൽ 2004 ഡിസംബർ 26. ക്രിസ്മസിന് ശേഷമുള്ള ദിവസമായതിനാൽ ലോകം മുഴുവൻ ആഘോഷ തിരക്കിലാണ്. ക്രിസ്മസ് മാത്രമല്ല, 2005 എന്ന പുതുവർഷത്തെ ആകാംക്ഷയോടെ വരവേൽക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ. വർഷാവസാനമായതിനാൽ തങ്ങളുടെ രാജ്യം അല്ലെങ്കിൽ സ്ഥലം വിട്ട് മറ്റു രാജ്യങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ പോയി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നവരും വളരെ കൂടുതലായിരുന്നു. ഇന്തോനേഷ്യ എന്ന ഏഷ്യൻ രാജ്യവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ തന്നെയായിരുന്നു. ആ ഡിസംബർ 26 രാവിലെ 7:58 ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ഒരു വമ്പൻ ഭൂകമ്പമുണ്ടാവുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സുമാത്ര ദ്വീപിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രതയിലാണ് ഈ വമ്പൻ ഭൂകമ്പം ഉണ്ടാകുന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് 2004 ഡിസംബർ 26 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉടലെടുത്ത് ഇന്ത്യ അടക്കം 14ഓളം രാജ്യങ്ങളെ സാരമായി ബാധിച്ച ആ ഭീമൻ സുനാമിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവകഥ തുടരാം. കടലിനടിയിൽ ഇങ്ങനെയൊരു വമ്പൻ ഭൂകമ്പം ഉണ്ടാകാൻ കാരണം ഇന്ത്യൻ പ്ലേറ്റും ബർമ പ്ലേറ്റും തമ്മിലുള്ള വഴുതിമാറലായിരുന്നു. ഇന്ത്യൻ പ്ലേറ്റ് ബർമ പ്ലേറ്റിനടിയിലേക്ക് പെട്ടെന്ന് വഴുതിമാറിയപ്പോൾ സമുദ്രത്തെ നടുക്കിക്കൊണ്ട് 10 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു വമ്പൻ ഭൂകമ്പം ഉണ്ടാവുകയാണ്. ഇതിനെ തുടർന്ന് ഭൂമി ഏതാണ്ട് 1000 കിലോമീറ്ററോളം വിണ്ടുകീറി. എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. ഈ ഭൂകമ്പത്തെ തുടർന്ന് അതുവരെ ശാന്തമായിരുന്ന സമുദ്രം ഇളകി മറിഞ്ഞു. ഉടനടി കടൽ വളരെ വിചിത്രമായ ഒരു സ്വഭാവം പുറത്തെടുത്തു. കടലിലെ ജലം ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി. കടൽ കരയായി മാറുന്ന അപൂർവ കാഴ്ച. കടൽ തീരത്തുണ്ടായിരുന്ന മനുഷ്യർ അത്ഭുതത്തോടും ആവേശത്തോടും കൂടി ഉൾവലിഞ്ഞ കടലിൻ്റെ നനഞ്ഞ മണ്ണിലേക്ക് ഓടിയടുത്തു. പലരും ആ മണ്ണിൽ പിടച്ചുകൊണ്ടിരുന്ന മീനുകളെ പിറക്കിയെടുത്തു. എന്നാൽ ഉൾവലിഞ്ഞ കടൽ ഒളിപ്പിച്ചു വെച്ച ആ മഹാദുരന്തത്തെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അധികം വൈകാതെ പിന്നോട്ട് നീങ്ങിയ കടലിൻ്റെ മധ്യഭാഗത്തു നിന്നും ആകാശമുട്ടെ വലിപ്പമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് ഉയർന്നു പൊങ്ങി. ഒരു മതിൽ പോലെ തോന്നിച്ച അത് പതുക്കെ പതുക്കെ കരയിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. ജലത്തിൻ്റെ ഭീകരമായ താണ്ഡവ ശബ്ദം അതിന് അകമ്പടി സേവിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ജനങ്ങൾ ആ സത്യം മനസ്സിലാക്കി. തങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ഉരുണ്ടുകൂടിയ രാക്ഷസ തിരമാലയാണ്. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നെങ്കിലും ഞൊടിയിടയിൽ 150 അടിയോളം ഉയരമുണ്ടായിരുന്ന ആ രാക്ഷസ സുനാമി തിരമാലകൾ സുമാത്ര ദ്വീപിനെയും ഇന്തോനേഷ്യയെയും വിഴുങ്ങിത്തുടങ്ങിയിരുന്നു. ഭീമൻ സുനാമി തിരമാലകൾ മുൻപിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിതികളെയും തൂത്തെടുത്തുകൊണ്ട് സുമാത്ര ദ്വീപിനെ തകർത്തെറിഞ്ഞു. ഇന്തോനേഷ്യയെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഈ സുനാമി ദുരന്തത്തിൽ ഇന്തോനേഷ്യയിൽ മാത്രം 1,70,70,000 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ തങ്ങളുടെ ഭവനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിമിഷ നേരം കൊണ്ട് രാക്ഷസ തിരമാലകൾ തകർത്തെറിഞ്ഞു.
ഇന്തോനേഷ്യയെ തരിപ്പണമാക്കിയ സുനാമി തിരമാലകൾ പിന്നീട് കുതിച്ചെത്തിയത് തായ്ലാൻഡ്, ശ്രീലങ്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ്. ഇന്തോനേഷ്യയെ തകർത്തെറിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ശ്രീലങ്കയിലെത്തിയ സുനാമി 35,322 ജീവനുകൾ ശ്രീലങ്കയിൽ നിന്ന് മാത്രം കവർന്നെടുത്തു. തായ്ലൻഡിലും സുനാമി സംഹാര നൃത്തമാടി. ഇത് 8,212 മനുഷ്യജീവനുകൾ ഇല്ലാതാക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, ടാൻസാനിയ, കെനിയ എന്നീ രാജ്യങ്ങളെയും സുനാമി സാരമായി ബാധിച്ചു. 350 മനുഷ്യജീവനുകൾ ഈ രാജ്യങ്ങളിൽ സുനാമിയെ തുടർന്ന് ഇല്ലാതായി. മാലിദ്വീപിലാകട്ടെ 100 ജീവനുകളാണ് ഈ സുനാമി കവർന്നെടുത്തത്. ഏതാണ്ട് 9 മണിക്കും 10 മണിക്കുമിടയിൽ ഇന്ത്യയിലും രാക്ഷസ സുനാമി ആഞ്ഞടിച്ചു. സുനാമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് തമിഴ്നാടിനെയാണ്. ആ ഡിസംബർ 26-ന് ശാന്തമായ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായി ചെന്നൈ മറീന ബീച്ചിലെത്തിയവരെ സുനാമി തിരമാല വിഴുങ്ങി. അതോടൊപ്പം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വേളാങ്കണ്ണിയിലെത്തിയ കേരളത്തിൽ നിന്നടക്കം പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെയും മറ്റു മനുഷ്യരുടെയും ജീവനുകൾ രാക്ഷസ തിരമാലകൾ ഭക്ഷണമാക്കി മാറ്റി. വരും ദിവസങ്ങളിലേക്ക് നടപ്പിലാക്കാൻ കരുതിവെച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാതെ ഈ സാധു മനുഷ്യർ യാത്രയായി. തമിഴ്നാട്ടിൽ 8,000-ഓളം മനുഷ്യജീവനുകൾ ഈ സുനാമി അപഹരിച്ചു. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെയും ഈ സുനാമി വിഴുങ്ങി. 5,000-ഓളം മനുഷ്യജീവനുകൾ സുനാമിയെ തുടർന്ന് ഇവിടെ പൊലിഞ്ഞു. മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയെയും സുനാമി സാരമായി ബാധിച്ചു. പോണ്ടിച്ചേരിയിൽ 600-ഓളം ജീവനുകൾ ഇല്ലാതായി. ആന്ധ്രാപ്രദേശിലും സുനാമിയെ തുടർന്ന് 150-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ടു. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലും 200-ഓളം മനുഷ്യർ ഈ ദുരന്തത്തിൻ്റെ രക്തസാക്ഷികളായി. കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ സാധുജനങ്ങൾ തങ്ങളുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂട്ടപലായനം ചെയ്തു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നു. തങ്ങളുടെ സമ്പത്തും ഭവനവും വാസസ്ഥലവും ഇട്ടെറിഞ്ഞ് മനുഷ്യർ ജീവൻ മാത്രം രക്ഷിക്കാനായി പാടുപെട്ടോടുന്ന ദുരവസ്ഥ. അങ്ങനെ ആകെ ഇന്ത്യയിൽ മൊത്തം 17,000-ഓളം മനുഷ്യജീവനുകൾ കലിതുള്ളിയെത്തിയ കടലിനിരകളായി മാറി. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഈ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ ഊർജത്തിൻ്റെ ശക്തി അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ 1,500 മടങ്ങ് വലുതാണ്. ഇതിൽ നിന്ന് മാത്രം 2004-ലെ സുനാമി എത്രത്തോളം വലിയ ദുരന്തമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലാണ് ഈ സുനാമി തീരത്തേക്ക് ആഞ്ഞടിച്ചത് എന്നതും ഇതിനോട് ചേർത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഈ ദുരന്തം നടന്നിട്ട് ഏതാണ്ട് 20 വർഷത്തോളമായ ഈ അവസരത്തിൽ ലോകത്തിൽ ഇനിയും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇനിയും ഒരു ദുരന്തം താങ്ങാനുള്ള ശക്തി നമുക്കില്ല. ആയതിനാൽ തന്നെ ഇതുവരെ സംഭവിച്ച ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന തടയാൻ കഴിയുന്ന ദുരന്തങ്ങളെ തടയേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യം പറയുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന 130 വർഷം പഴക്കമുള്ള കേരളത്തിലെ ആ ജലബോംബിനെ നിർജീവമാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആയതിനാൽ തന്നെ എത്രയും വേഗം ഈ ഡാമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അനുകൂലമായ രീതിയിൽ നടപടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.